ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കൃഷ്ണപുരം ബാങ്കാണ്. മാനേജർ വന്ന് നന്ദിനി മേഡത്തിൻ്റെ ലോക്കർ റെഡിയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മണിയമ്മ പറയുകയാണ്, അതെന്ത് പരിപാടിയാ സാറേ, ഞങ്ങളല്ലേ ഇവിടെ ആദ്യം വന്നത്, എന്നിട്ട് ഞങ്ങളുടെ ലോക്കർ ഓപ്പൺ ചെയ്യാതെ ഇവർക്കാണോ ആദ്യം ലോക്കർ കൊടുക്കുന്നത്? ഇത് കേൾക്കുന്ന നന്ദിനി പറയുകയാണ്, അന്ന സാർ ഇവരുടെ ലോക്കർ ആദ്യം കൊടുക്കുക, എന്നിട്ട് മതി ഞങ്ങളുടേത്. അങ്ങനെ മാനേജർ മണിയമ്മയെ വിളിക്കുമ്പോൾ മണിയമ്മ മൈഥിലിയും കൂട്ടിക്കൊണ്ട് മാനേജറുടെ ഒപ്പം ചെല്ലുകയാണ്. അതിനുശേഷം മാനേജർ ലോക്കറിൻ്റെ താക്കോല് മൈഥിലിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഇതിൻ്റെ ഒരു താക്കോല് ഞങ്ങളുടെ കയ്യിലുണ്ടാകും. തുടർന്ന് മണിയമ്മ പറയുകയാണ്, മോള് പോയി സ്വർണം വെച്ചിട്ട് വാ, അമ്മ ഇവിടെ ഇരിക്കാം. അങ്ങനെ നന്ദിനിയുടെയും സാവിത്രിയുടെയും നടുക്ക് ചെന്നിരിക്കുകയാണ് മണിയമ്മ. അത് അമ്മയുടെ മോളാണോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ അതെ എന്ന് മണിയമ്മ പറയുന്നു. അല്ല, ആ കുട്ടി എന്താ മാസ്കും തലയിൽ തുണിയും ഒക്കെ ഇട്ട് വന്നിരിക്കുന്നതെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ നന്ദിനി പറയുകയാണ്, അതിന് ജലദോഷമോ മറ്റോ ആയിരിക്കും. ഇത് കേൾക്കുന്ന മണിയമ്മ പറയുകയാണ്, അത് എൻ്റെ സ്വന്തം മോളല്ല, എനിക്ക് ദൈവം കൊണ്ടു തന്ന എൻ്റെ മോളാണ്. ഇത് കേൾക്കുന്ന സാവിത്രി പറയുകയാണ്, എല്ലായിടത്തും സമ്മാന മകളും അമ്മയും മാത്രമേ ഉള്ളല്ലോ, എനിക്ക് അവിചാരിതമായി കിട്ടിയതാ എൻ്റെ മോളെ, ഞാൻ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് മണിയമ്മ കഥ പറയാൻ ആരംഭിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് മൈഥിലി വരികയും മണിയമ്മയെ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ആ പോയ കുട്ടിയെ കണ്ടിട്ട് വളരെ പരിചയമുള്ളതുപോലെ തോന്നുന്നല്ലോ എന്ന് നന്ദിനി മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. നന്ദിനി പോയിട്ട് ഒരുപാട് നേരമായല്ലോ, കണ്ടില്ലല്ലോ എന്ന് കൈമള് പറയുമ്പോൾ കൃഷ്ണപുരം ബാങ്കിലല്ലേ, അതുകൊണ്ടായിരിക്കും താമസിക്കുന്നതെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. അതേസമയം ഗിരീഷ് അങ്ങോട്ടേക്ക് വരികയാണ്. ഗിരീഷ് ചുറ്റും നോക്കുന്നത് കാണുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ്, അതെ, ഓർഫനേജിലെ പരിചയക്കാരിയാണ് നോക്കുന്നതെങ്കിലേ ആളിവിടെ ഇല്ല, ബാങ്കിൽ പോയിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന കൈമള് ചോദിക്കുകയാണ്, അല്ല മോനെ, കമ്പനിയുടെ കാര്യങ്ങളെല്ലാം എങ്ങനെ പോകുന്നു? അതൊക്കെ നന്നായി തന്നെ പോകുന്നുണ്ട്. പിന്നെ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ, ഹോട്ടൽ മുറിയിൽ താമസിക്കേണ്ടെന്നും ഇവിടെ സൗകര്യമുണ്ടെന്നും? അതിന് എനിക്ക് സമ്മതമാണെന്ന് കൂടി പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഇത് കേൾക്കുന്ന കൈമള് രാജലക്ഷ്മി അമ്മയോട് ചോദിക്കുകയാണ്, അല്ല രാജലക്ഷ്മി, ഗിരീഷിനെ എവിടെയാ നീ താമസിപ്പിക്കാൻ പോകുന്നത്? അതിനൊക്കെ വഴിയുണ്ടെന്ന് പറഞ്ഞ് രാജലക്ഷ്മി അമ്മ ഗിരീഷിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഇത് കാണുന്ന കൈമള് പറയുകയാണ്, ഇവളിത് എന്ത് ഭാവിച്ച എൻ്റെ ദൈവമേ, എൻ്റെ നെഞ്ചിലൂടെ വാള് പോകുന്ന രീതിയിലാ വേദന അനുഭവപ്പെടുന്നത്. പിന്നീട് കാണിക്കുന്നത് അത് മൈഥിലിയാണെന്ന് സംശയിച്ച് മൈഥിലിയുടെ പിന്നാലെ ചെല്ലുന്ന നന്ദിനിയാണ്. നന്ദിനിയെ കണ്ടയുടൻ പെട്ടെന്ന് തന്നെ മണിയമ്മയ്ക്കൊപ്പം ഓട്ടോയിൽ കയറി പോവുകയാണ് മൈഥിലി. പിന്നീട് കാണിക്കുന്നത് ഗിരീഷിനെയും കൂട്ടിക്കൊണ്ട് ഔട്ട് ഹൗസിലേക്ക് വരുന്ന രാജലക്ഷ്മി അമ്മയാണ്. രാജലക്ഷ്മി അമ്മയെ കാണുന്ന ജയറാം മനസ്സിൽ പറയുകയാണ്, എൻ്റെ ദൈവമേ, വർഷങ്ങളായുള്ള എൻ്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ, അമ്മ സന്തോഷത്തോടെയല്ലേ എൻ്റെ അടുത്തേക്ക് വരുന്നത്? തുടർന്ന് രാജലക്ഷ്മി അമ്മ പറയുകയാണ്, ഗിരി, ഇത് ചെമ്പകമംഗലത്തിൻ്റെ ഔട്ട് ഹൗസ് ആണ്, ഗിരിക്ക് ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടെ താമസിക്കാം, ഒന്ന് കയറി നോക്ക്. അങ്ങനെ ഗിരി അകത്തേക്ക് കയറി നോക്കുകയാണ്. ഗിരിക്ക് അവിടെ മാകെ ഇഷ്ടപ്പെടുന്നു. തുടർന്ന് രാജലക്ഷ്മി അമ്മയുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് ഗിരി പറയുന്നു. എങ്കിലേ ഗിരിക്ക് ഇവിടെ താമസിക്കാം, ഞാൻ എൻ്റെ മൂത്ത മകൻ്റെ സ്ഥാനത്താ ഗിരിയെ കാണുന്നത്. ഇത് കേൾക്കുന്ന ഗിരി പറയുകയാണ്, അങ്ങനെ തന്നെ കാണണം. അനാഥനായി എനിക്ക് അമ്മയെന്ന് കേൾക്കുമ്പോൾ തന്നെ ഉള്ളു നിറയുകയാ. മനുഷ്യർക്കെന്നല്ല എല്ലാ ജീവികൾക്കും അമ്മ എന്നാലേ സ്നേഹത്തിൻ്റെ ഒരു ലോകം തന്നെയാണ്. പക്ഷേ ചില മക്കൾക്ക് അമ്മമാരെ കണ്ണീര് കുടിപ്പിക്കുന്നതാണ് വലിയ ഇഷ്ടം. അതവർക്ക് ഒരു വിനോദം തന്നെയായിരിക്കും. ഗിരി എന്താണെങ്കിലും എൻ്റെ ഒപ്പം വരാൻ പറഞ്ഞ് രാജലക്ഷ്മി അമ്മ അവിടെ നിന്ന് പോകുന്നു. ജയറാം, ഇനി മുതൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് ഗിരി പറയുമ്പോൾ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി വാതിലടക്കുകയാണ് ജയറാം. പിന്നീട് കാണിക്കുന്നത് ലോക്കറിൽ നിന്നും സ്വർണം എടുത്തുകൊണ്ടുവരുന്ന നന്ദിനിയാണ്. ഞാൻ പിടിച്ചോളാമെന്ന് പറഞ്ഞ് സാവിത്രി നന്ദിനിയുടെ കയ്യിൽ നിന്നും ബലമായി ആ പെട്ടി വാങ്ങുകയാണ്. അതേസമയം മണിയമ്മയുടെ അഡ്രസ്സ് വാങ്ങാനായി മാനേജറുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നന്ദിനി. എനിക്ക് ഒരു സ്ഥലം വരെ പോകണമെന്ന് നന്ദിനി പറയുമ്പോൾ ആഭരണ പെട്ടിയും കൊണ്ട് ഞാൻ പൊക്കോളാം, നീ പിന്നാലെ വന്നാൽ മതിയെന്ന് പറഞ്ഞ് സാവിത്രി അവിടെ നിന്ന് പോകുന്നു. പോകുന്ന വഴിക്ക് സാവിത്രി ഇന്ദ്രജയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കോള് കിട്ടുന്നില്ല. അതേസമയം ഹനുമാൻ കുന്നിലേക്ക് പോകാനായി ഒരു ഓട്ടോയിൽ കയറുകയാണ് നന്ദിനി. പിന്നീട് കാണിക്കുന്നത് സാവിത്രി ചെമ്പകമംഗലത്തേക്ക് പോകുന്ന വഴി ഇന്ദ്രജയുടെ ഗുണ്ടകള് സാവിത്രിയുടെ കാറ് തടയുകയും പുറത്തേക്കിറങ്ങി എന്താണെന്ന് ചോദിക്കുന്ന സാവിത്രിയുടെ തലക്കടിച്ച് വീഴ്ത്തിയതിനു ശേഷം ആ സ്വർണത്തിന്റെ പെട്ടിയും കൊണ്ട് അവിടെ നിന്ന് കടന്നു കളയുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെയും മൈഥിലിയുമാണ്. മൈഥിലി വരുന്നത് കണ്ടിട്ട് വൈശാഖ് ചോദിക്കുകയാണ്, സ്വർണമെല്ലാം ലോക്കറിൽ കൊണ്ട് വെച്ചപ്പോൾ നിനക്ക് സമാധാനമായല്ലോ?
നിന്റെ ഒരു കണ്ണ് അതിലുണ്ടെന്ന് കണ്ടപ്പോൾ തൊട്ടേ എനിക്ക് ടെൻഷനായിരുന്നു. സത്യം പറഞ്ഞാ എനിക്കിപ്പോഴാ സമാധാനമായതെന്ന് മൈഥിലിയും പറയുന്നു. പിന്നെ വൈശാഖി ഒരബദ്ധം പറ്റി. ബാങ്കിൽ വെച്ച് ദേവമ്മയും സാവിത്രി അമ്മയും എന്നെ കണ്ടു. ഇത് കേൾക്കുന്ന വൈശാഖ് ഞെട്ടലോടെ നിൽക്കുകയാണ്. ദേവമ്മ എന്നെ തിരിച്ചറിഞ്ഞെന്നാ തോന്നുന്നത്. എന്നാ മൈഥിലി ഇപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരും. ഇനി നമ്മൾ എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് വൈശാഖും മൈഥിലിയും. അതേസമയം നന്ദിനി അവിടെ എത്തുകയാണ്. എന്നാൽ വൈശാഖിനെയും മൈഥിലിയെയും നന്ദിനി ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴേക്കും രാജലക്ഷ്മി അമ്മ നന്ദിനിയുടെ ഫോണിലേക്ക് വിളിച്ച് സാവിത്രിയെ ആരോ തലക്കടിച്ചു വീഴ്ത്തി ആഭരണങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയ കാര്യമെല്ലാം പറയുകയാണ്. തുടർന്ന് വൈശാഖിനെയും മൈഥിലിയെയും അന്വേഷിക്കാതെ നന്ദിനി അവിടെ നിന്ന് പോകുന്നു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് മൈഥിലി പറയുമ്പോൾ എത്രയും വേഗം ഇവിടെ നിന്ന് മുങ്ങണമെന്ന് വൈശാഖ് പറയുന്നു. അവർ നമ്മളെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ പോകേണ്ട ഒരാവശ്യവുമില്ലെന്നും മൈഥിലി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജയുടെ ഗുണ്ടകള് ഇന്ദ്രജയുടെ അടുത്തേക്ക് ചെന്ന് ആ സ്വർണത്തിന്റെ പെട്ടി ഏൽപ്പിക്കുന്നതാണ്. അവൾക്കിട്ട് നന്നായി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 1 മാസത്തേക്ക് അവ തല അനക്കാൻ പറ്റാത്ത രീതിയിലാ കൊടുത്തിരിക്കുന്നതെന്ന് അവർ പറയുന്നു. ഇത് കേൾക്കുന്ന ഇന്ദ്രജയ്ക്ക് സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് സാവിത്രിയെ തിരിച്ച് ചെമ്പകമംഗലത്തേക്ക് കൊണ്ടുവരുന്നതാണ്. കഴുത്തില് ഒരു ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാണ് സാവിത്രിയെ കൊണ്ടുവരുന്നത്. ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രാജലക്ഷ്മി അമ്മ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.